ഞാനൊരു ചേട്ടനോട് അനുജൻ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് വായിച്ചതിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ? വനമാല എന്ന് എഴുതി വച്ചിരിക്കുകയാണ് ഗുരുവായൂരെ, അത് വാണമല എന്ന് വായിച്ചതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം വാണമലയെന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനെ ഈ വാണമലയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പിന്നീട് അനുജൻ തന്നെ കണ്ടുപിടിച്ചത് വനമാലയാണെന്ന്. കാരണം കൃഷ്ണനും വനമാലയും തമ്മിൽ ചില ബന്ധങ്ങളുള്ളതായി ഈ അനുജൻ അമ്മുമ്മ കഥകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അമ്മുമ്മ പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ ചോദിച്ചു, ഇങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക് വനമാല എന്നല്ലേ പേര്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വനം കൊണ്ട് വല്ലൊരു മാല ഉണ്ടാക്കൂടാ എന്ന് വെച്ചിട്ട് ചെവിക്കൊരു പിടുത്തം. ചേട്ടന് ചെവിക്ക് പിടിക്കാനുള്ള അധികാരമുണ്ടല്ലോ, അനിയന് തിരിച്ചു പിടിക്കാൻ വയ്യെന്നാണല്ലോ നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിയാണ്, വനം കൊണ്ട് മാല ഉണ്ടാക്കാൻ സാധ്യമല്ല. വനം കൊണ്ട് പിന്നെ എന്താ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ? വനം കൊണ്ട് കളവുകൾ നടത്താം, അതാണ് ഈ വനം കൊള്ള എന്ന് പറയുന്നത്. അല്ലാതെ വനം കൊണ്ടിപ്പോൾ മാല ഉണ്ടാക്കാനും മറ്റും സാധ്യത. വനം എന്ന് വെച്ചാൽ താമരപ്പൂ എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഗംഭീരമായ യുക്തി ചേട്ടൻ പറഞ്ഞ് അനിയനെ കാലുവാരി താഴത്തിട്ടതുപോലെയുള്ള പറച്ചിലും കാലുവാരി താഴത്തിടലുമാണ് കുട്ടിക്കൃഷ്ണമാരാർ ഈ ഭാരത പര്യടനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതായിട്ട് തോന്നും അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർക്ക്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു തലമുറയെ, മലയാളത്തിലെ ഒരു തലമുറയെ വ്യാസന്റെ ഭാരതം സ്വാധീനിച്ചതിനേക്കാൾ മാരാരുടെ ഭാരത പര്യടനം സ്വാധീനിച്ചത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എൻ്റെ കാരണങ്ങളല്ലേ പറഞ്ഞത്. നമ്മുടെ ചിന്തയുടെ കൈക്ക് കയറി പിടിക്കും. നീ ചിന്തിക്കണ്ട, നീ നടക്കണ്ട. ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ റോഡിൽ കൂടി കൊണ്ടുപോകുമ്പോഴെങ്ങനെയാണ് മേത്ത് വണ്ടി കയറാതെ നടന്നു പോകാൻ അവർക്കറിയാം. വലിയ ആളുകൾക്ക് മേത്ത് വണ്ടി കയറാതെ നടന്നു പോകാൻ അറിയാമെങ്കിൽ എത്ര ആളുടെ മേത്ത് വണ്ടി കയറി ചത്തിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ മേത്തും കയറിയാലേ ഉള്ളൂ. അപ്പോൾ സ്വന്തം ജീവനെ രക്ഷിക്കാനുള്ള എല്ലാ അടവുകളും ബോധം തിരിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകും. അല്ല, പൊതുവേ മലയാളിക്കുള്ളൊരു സ്വഭാവം, നമ്മൾ ഈ റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ്, വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത മലയാളികൾക്ക് മറ്റ് ഭാഷയിലുള്ളവരെക്കാൾ കൂടുതലുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് മാരാരെ ഈ വരികൾക്കിടയിൽ വായിക്കാൻ മലയാളികൾ പരാജയപ്പെട്ടു? അത് മലയാളികൾ മഹാഭാരതം വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. രാമായണവും വായിച്ചിട്ടില്ല, ഉപനിഷത്തുകളും വായിച്ചിട്ടില്ല. ഉപനിഷത്തുകളിൽ അന്തർഗതമായ ദർശനം എന്താണെന്ന് പറഞ്ഞുകൂടാ. വലിയ പണ്ഡിതന്മാരെ വിളിച്ചു ചോദിച്ചാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ നമ്പറിട്ട് ഉപനിഷത്ത് ദർശനത്തിൻ്റെ പോയിന്റുകൾ പറയാമോ എന്ന് ചോദിച്ചാൽ ആര് പറയും? ശങ്കരാചാര്യോട് ചോദിക്കും, ഇപ്പോൾ പറയും. സ്ഥലത്തില്ലാത്ത ആളാണ്, ഉണ്ടായിരുന്ന കാലത്തും അത്ര എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആളല്ല. പിന്നെ ആരോട് ചോദിക്കണം? ഹിരയണ്ണോട് ചോദിക്കും. ഹിരയണ്ണ കർണാടകക്കാരൻ ആണ്. ഹിരയണ്ണ ഇത് നന്നായി പഠിച്ച ആളാണെന്നാണോ? എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസം ഒരു തുടക്കക്കാരന് പറ്റും. പിന്നെ വിവേകാനന്ദനോട് ചോദിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് വായിക്കണം. ആര് വായിക്കും? വായിച്ചാൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു റെഫറൻസ് എന്നുള്ള നിലയിലല്ലാതെ അത് വായിച്ച് പഠിക്കുക എന്ന കൃത്യനിഷ്ഠയോടുകൂടി വായിച്ച് പഠിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ഇന്നിപ്പോൾ ആർക്ക് സമയമുണ്ട്? പണ്ട് സമയം ഉണ്ടായിരുന്നെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും സമയമില്ല. വേറെ ജീവിതത്തിൻ്റെ ഇത് പരകാര്യ വ്യഗ്രതയിൽ വ്യാപൃതന്മാരായി ഉഴന്നു നടക്കുന്ന, പാഞ്ഞു നടക്കുന്ന ആർക്കാണ് ഇത് വായിക്കാൻ സമയം കിട്ടുക? അല്ലെങ്കിൽ സമയം കിട്ടും, എന്ത് വേണം? അതിനുള്ള ഒരു ശപഥത്തോടുകൂടി ഇരിക്കണം. ഇത് മനസ്സിലാക്കിയിട്ടേ ഞാൻ അടങ്ങൂ എന്ന ശപഥത്തോടുകൂടി എത്ര പേരിരിക്കും? ആരും ഇരിക്കില്ല. അല്ല, ഈ എല്ലാ രംഗത്തും അങ്ങനെയാണ്. ഉപനിഷത്തുകളുടെയും മഹാഭാരതത്തിൻ്റെ ഒക്കെ ഭാഷയുടെ, സംസ്കൃത ഭാഷയുടെ ഒരു പ്രശ്നം കൊണ്ട് സാധാരണ ഒരു വായനക്കാരന് പ്രൈമറി സോഴ്സിനെക്കാട്ടിലും സെക്കൻഡറി സോഴ്സിനെ ഇല്ലെന്നേ ഇപ്പം സ്വാധീനിക്കാൻ പറ്റുള്ളൂ. അതിരുന്നോട്ടെ, അതങ്ങനെ വരും. ഇത് യഥാർത്ഥത്തിലുള്ള സത്യം, പാരമാർത്ഥികമായ ഉപനിഷത്തുകളുടെ പാരമാർത്ഥികമായ സത്യം മനസ്സിലായില്ല എന്ന് വന്നാൽ പോലും അതിൻ്റെ ഒരു ദ്വിതീയ പ്രഭവത്തിൽ നിന്ന്, അതായത് ഉപനിഷത്തുകളെ സംബന്ധിച്ച് മറ്റാരെങ്കിലും എഴുതിയ ഗ്രന്ഥത്തിൽ നിന്ന് അറിഞ്ഞതായാലും മതി ഉപനിഷത്ത് ദർശനം എന്തെന്ന്. ആ അറിവ് പൂർണ്ണമായിരിക്കില്ല, വേണ്ട. അങ്ങനെ അറിഞ്ഞാലും എന്ത് സംഭവിക്കുമായിരുന്നില്ല? മാരാർ ഭാരത പര്യടനത്തിൽ ചെയ്തു വെച്ചതുപോലെയുള്ള ചിന്താപരമായ അപരാധങ്ങളും ധൈഷണികമായ തെറ്റുകളും ആവിഷ്കരിച്ച് വയ്ക്കുമായിരുന്നില്ല. ഇതാര് തന്നെ പറഞ്ഞോ? പിന്നീട് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതിലൊക്കെ
സഹിക്കരുതാത്ത പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ആര് തന്നെ പറഞ്ഞു? കുട്ടിക്കൃഷ്ണമാരാർ തന്നെ പറഞ്ഞു. അല്ല, ഇത് വേറെ ആരും പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. വെറുതെ സാഹിത്യം മാത്രം ജീവിതവൃത്തിയായിട്ട് സ്വീകരിച്ച അദ്ദേഹത്തിന് ശത്രുക്കളൊന്നുമില്ല. പക്ഷെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ വിമർശനത്തെ പറ്റി പറയുമ്പോൾ മാരാര് സ്വയം മാരാർക്കൊരു ചിന്താ പ്രമാദം ഉണ്ടായി എന്ന് പറഞ്ഞു. അത് ഏത് കൃതിയിലൂടെയാണ് മാരാർ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്? അനേകം നിരൂപണ വിമർശന ഗ്രന്ഥങ്ങൾ രചിച്ചതിന് ശേഷം അദ്ദേഹം സാഹിത്യശേഷം എന്നൊരു കൃതി രചിച്ചു. ഈ സാഹിത്യശേഷത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് സാഹിത്യ വിമർശനത്തിന് മുമ്പേ പഠിക്കേണ്ടിയിരുന്നത്. രാമായണ മഹാഭാരതങ്ങളും പിന്നീട് കൂടുതൽ സംസ്കൃത സാഹിത്യ ദർശനങ്ങളും പഠിച്ച് വന്നപ്പോൾ ആവർത്തിച്ച് പഠിച്ചും ചിന്തിച്ചും മനനം ചെയ്തും വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ നടന്നു പോകുന്ന വഴി യഥാർത്ഥത്തിൽ നടക്കരുതാത്ത വഴിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴാണ് സാഹിത്യ രചന നടത്തി വച്ചിട്ട് അദ്ദേഹം ദർശനത്തിൻ്റെ രംഗത്തേക്ക് കടന്നത്. അവിടെ വെച്ച് അദ്ദേഹം സാഹിത്യത്തിൽ നിന്ന് ദർശനത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വഴിമാറി സഞ്ചാരത്തിൻ്റെ തെളിവാണ് സാഹിത്യശേഷം എന്ന പ്രകൃഷ്ടമായ കൃതി. അതിൽ അദ്ദേഹം പറഞ്ഞു, വാൽമീകിയുടെ രാമനെക്കുറിച്ചും വ്യാസൻ്റെ ധർമ്മപുത്രനെക്കുറിച്ചും സംസാരിക്കേണ്ടി വന്നപ്പോൾ, എഴുതേണ്ടി വന്നപ്പോൾ, ചിന്തിക്കേണ്ടി വന്നപ്പോഴൊക്കെ എനിക്ക് മുഴുത്ത പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. മുഴുത്ത എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കാണ്. ഈ സംസ്കൃതം നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസ്കൃതത്തിൽ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് പറയാനൊന്നും ഞാൻ തയ്യാറില്ല. പക്ഷെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. സംസ്കൃതം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസ്കൃത പദങ്ങൾ വളരെ കുറഞ്ഞ ഒരു മലയാള ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. കഴിയുന്നതും ശക്തമായ മലയാളത്തിൽ തന്നെ ഇപ്പോഴും നമുക്ക് ശക്തമായ മലയാളം വായിച്ച് ആസ്വദിക്കണമെങ്കിൽ വിമർശനമല്ല, വിമർശകൻ്റെ അഭിപ്രായങ്ങളല്ല, നല്ല മലയാളം വായിച്ച്, ഇപ്പോൾ എഴുത്തച്ഛൻ്റെ കാവ്യശൈലി പോലെ മലയാളത്തിൻ്റെ ഗദ്യശൈലി രൂപപ്പെടുത്തിയത് കുട്ടിക്കൃഷ്ണമാരാരാണെന്ന് പറയാം. അത് ആസ്വദിക്കണമെങ്കിൽ മാരാരുടെ ഗദ്യം തന്നെ പഠിക്കണം. എന്ന് വെച്ച് മാരാരുടെ മലയാള ശൈലി എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മലയാള ശൈലിയെ സംബന്ധിക്കുന്ന ശാസ്ത്രീയ പഠനമാണ് എന്ന് സമ്മതിക്കാൻ നിവൃത്തിയൊന്നുമില്ല. അതിൽ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റേതായ സ്വന്തം നിർബന്ധ ബുദ്ധികൾ കണ്ടമാനം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എന്ന സംഖ്യാവിശേഷണം മലയാളത്തിൽ പ്രയോഗിക്കുന്നത് മലയാളത്തിൻ്റെ ശൈലിക്ക് അനാവശ്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇങ്ങനെ പല വാദങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എന്ന് പ്രയോഗിക്കേണ്ടതില്ല, അത് ഇംഗ്ലീഷിൽ നിന്ന് പകർന്നതാണെന്നാണ്.